ഹലോ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. 9ാം ക്ലാസ്സിൻ്റെ NCERT CBSE സിലബസായ ഷിത്തിജ് എന്ന ഹിന്ദി ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ ദോ ബേലോം കി കഹാനിയാണ് നമ്മളിന്ന് ഇവിടെ ട്രാൻസ്ലേഷൻ ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് ചെയ്യുന്നത്. ഈ കഥ എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് എന്ന മഹാനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രേംചന്ദ് കാ ജന്മ സൻ 1880 में बनारस के लम्ही गाँव में हुआ था. അദ്ദേഹത്തിൻ്റെ ജന്മം 1880 ബനാറസിലെ ലംഹി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഉൻകാ മൂൾ നാം ധനപത് റായ് ത. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ധനപത് റായ് എന്നാണ്. പ്രേംചന്ദ് കാ ബച്പൻ അഭാവം മേ ബീത और शिक्षा BA തക് ഹി ഹോ പായി. അദ്ദേഹം ചെറുപ്പത്തിലെ വളരെയേറെ കഷ്ടതകൾ സഹിച്ചാണ് ജീവിച്ചത്. ഒത്തിരി കുറവുകൾ സഹിച്ചാണ് ജീവിച്ചത്. അദ്ദേഹം പഠിച്ചത് BA വരെ പഠിച്ചു. उन्होंने शिक्षा विभाग में नौकरी की, परंतु असहयोग आंदोलन में सक्रिय भाग लेने के लिए सरकारी नौकरी से त्याग पत्र दे दिया. അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന് സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അവർ ലേഖൻ കാര്യക്ക് പ്രതി പൂരി തര സമർപ്പിക്കുക. അദ്ദേഹം എഴുത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി തിരിച്ചു. सन 1936 में इस महान कथाकार का देहांत भी हो गया. അദ്ദേഹത്തിൻ്റെ മരണം 1936 സംഭവിച്ചു. അപ്പോൾ ജനിച്ചത് 1880, മരിക്കുന്നത് 1936. പ്രേംചന്ദ് കി കഹാനിയാം മാൻസരോവർ കെ 8 ഭാഗോं में संकलित है. പ്രേംചന്ദിൻ്റെ കഥകൾ മാൻസരോവറിൻ്റെ 8 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആ 8 ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, കായാകൽപ്പ്, നിർമ്മല, ഗബൻ, കർമ്മഭൂമി, ഗോദാൻ ഉൻകെ പ്രമുഖ ഉപന്യാസ്. ഇതെല്ലാം ആ മാൻസരോവറിൻ്റെ 8 ഭാഗങ്ങളിൽ പ്രധാനമായ ഉപന്യാസ് എന്ന് പറഞ്ഞാൽ എസ്സേകളാണ്. ഉന്നോനെ ഹൻസ്, ജാഗരൺ, മാധുരി ആദി പത്രികാവും കാ സമ്പാദൻ ബിക്കിയ. അദ്ദേഹം ഹൻസ്, ജാഗരൺ, മാധുരി എന്ന പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററും കൂടിയായിരുന്നു. കഥ സാഹിത്യ കെ അതിരിക്ത് പ്രേംചന്ദ് ने निबंध एवं अन्य प्रकार का गद्य लेखन भी प्रचुर मात्रा में किया. അദ്ദേഹം കഥയും സാഹിത്യവും കൂടാതെ വളരെയേറെ നിബന്ധ എസ്സേകൾ അതുപോലുള്ള പല രീതിയിലുള്ള പദ്യങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിരുന്നു. പ്രേംചന്ദ് സാഹിത്യക്കോ സാമാജിക് പരിവർത്തൻ കാ സശക്ത മാധ്യമം മാനത്തെ. പ്രേംചന്ദ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ നമ്മുടെ സാമൂഹികമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആയുധമായിട്ട് കരുതിയിരുന്നു. എഴുത്തിലൂടെ അദ്ദേഹം വളരെയേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. ഉन्होंने जिस गाँव और शहर के परिवेश को देखा और जिया उसकी अभिव्यक्ति उनके कथा साहित्य में मिलती थी. അദ്ദേഹം ഏതെല്ലാം പട്ടണങ്ങളിൽ പോയി ഗ്രാമങ്ങളിൽ ജീവിച്ചു, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിൽ കൊണ്ടുവരാൻ അദ്ദേഹം വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. കിസാനും और മജ്ദൂറും की ദയനീയ സ്ഥിതി. അവർ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ദയനീയമായ അവസ്ഥ, ദളിതോം കാ ശോഷൻ, താഴെത്തട്ടിലുള്ള ജനങ്ങൾ, പട്ടിക വിഭാഗത്തിലുള്ള ജനങ്ങളുടെ പരിപോഷണം, അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം, സമാജമേ സ്ത്രീ കാ ദുർദശ, സമൂഹത്തിൽ സ്ത്രീകളുടെ മോശമായ അവസ്ഥ, അവർ സ്വാധീനത ആന്തോളൻ ആദി ഉൻകി രചനാവും കെ മൂൽ വിഷയത്തെ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രതിപാദിച്ചിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പ്രേംചന്ദ് കെ കഥ സാഹിത്യ ക സംസാർ ബഹുത് വ്യാപക ഹെ. പ്രേംചന്ദിൻ്റെ കഥയുടെയും സാഹിത്യത്തിൻ്റെയും ലോകം വളരെ വലുതാണ്, ദൂരവ്യാപകമാണ്. ഉസ്മേ മനുഷ്യ ഹി നഹി പശുപക്ഷിയും കോബി അദ്ഭുത് ആത്മീയത മിലി ഹെ. അതിൽ മനുഷ്യന് മാത്രമല്ല പശുക്കളെയും പക്ഷികളെയും അദ്ദേഹം വളരെയേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വികാരങ്ങളെ എല്ലാം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ബഡി സെ ബഡി ബാത്ത് കോ सरल ഭാഷ में सीधे और संक्षेप में कहना പ്രേംചന്ദ് के लेखन का प्रमुख വിശേഷത ഹെ. എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യങ്ങളെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ സരളമായിട്ട്, വളരെ ലളിതമായിട്ട്, ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. ഉൻകി ഭാഷ സരൽ, സജീവ് ഏവം മുഹാവരേദാർ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷകൾ, അദ്ദേഹം എഴുതുന്ന ഭാഷകൾ ഭാഷകൾ വളരെ സരളവും സജീവവും മുഹാവരേദാർ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രേസുകൾ, വളരെ ചൊല്ലുകൾ, ഇങ്ങനെയൊക്കെ ചേർന്നില്ലേ, ഫ്രേസ് എന്നൊക്കെ പറയില്ലേ, അതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഒരു സാഹിത്യ സൃഷ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തഥാ ഉന്നോനെ ലോക പ്രചലിത ശബ്ദവും ക പ്രയോഗ് കുശലതാപൂർവക് കിയാ ഹെ. അദ്ദേഹം വളരെയേറെ ലോകത്തിൽ വളരെയേറെ പ്രചാരമുള്ള വാക്കുകൾ വളരെ കുശലതാപൂർവ്വം, വളരെ
നയപരമായിട്ട് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. दो बैलों की कथा के माध्यम से प्रेमचंद ने कृषक समाज और पशुओं के भावात्मक संबंध का वर्णन किया है. दो बैलों की कഥ എന്ന കഥയിലൂടെ അദ്ദേഹം കൃഷിക്കാരുടെയും പിന്നെ പശുക്കളുടെയും ഒക്കെ അവരുടെ ഭാവാത്മകമായ സംബന്ധം, അവരുടെ ഭാവാത്മകമായ ബന്ധത്തിൻ്റെ വർണ്ണനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. इस कहानी में उन्होंने यह भी बताया है कि സ്വതന്ത്രത സഹജ് में नहीं मिलते. ഈ കഥയിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും വെറുതെ ഇരുന്ന് നമുക്ക് കിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യമില്ല, നമ്മൾ വളരെയേറെ പോരാടി ആണ് നേടാൻ പറ്റുള്ളൂ. उसके लिए बार बार संघर्ष करना पड़ता है. അതിനുവേണ്ടി നമ്മൾ വളരെയേറെ പ്രാവശ്യം സംഘർഷം, നമ്മൾ പോരാടേണ്ടി വരും. इस प्रकार परोक्ष रूप से ये कहानी आज़ादी के आंदोलन की भावना से जुड़ी है. അതുകൊണ്ട് ഈ കഥ പരോക്ഷമായിട്ട്, അതായത് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഒരു പോരാട്ടമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുകയാണ്. इसके साथ ही इस कहानी में प्रेमचंद ने पंचतंत्र और हितोपदेश की कथा परंपरा का उपयोग और विकास किया है. അതുകൂടാതെ തന്നെ ഈ കഥയിൽ അദ്ദേഹം പഞ്ചതന്ത്ര, ഒരു ഫെയറി ടെയിലിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭാവവും പിന്നെ ഇതൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ദോ ബൈലോം കി കഥ. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഈ ദോ ബൈലോം കി കഥ എന്ന ഒരു ചാപ്റ്റർ 10-15ഓളം പേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പേജ് അടങ്ങുന്ന ഓരോ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അത് ഓരോന്നിനും ഞാൻ സെക്ഷൻ 1, സെക്ഷൻ 2 എന്ന് സെക്ഷൻ 3 അങ്ങനെ ഞാൻ നമ്പറിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ ഓരോ വീഡിയോയും എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ദോ ബൈലോം കി കഥ. ജാൻവറോ മേ ഗധ സബ്സെ ജ്യാദാ ബുദ്ധിഹീൻ സംജാ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ കഴുതയാണ് ഏറ്റവും ബുദ്ധിഹീൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ഒരു മൃഗമായിട്ട് കരുതുന്നത് അല്ലേ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എന്താടോ കഴുതേ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ കഴുത എന്നുള്ള വാക്ക് ആ ഒരു പ്രയോഗത്തിനായിട്ട് ആണ് നമ്മളിത് മാറ്റി വെച്ചിരിക്കുന്നത്. ഹം ജബ് കിസി ആദ്മി കോ പർലെ ദർജെ കാ ബേവ്കൂഫ് कहना चाहते हैं. ഹം കിസി ആദ്മി കോ, നമ്മളൊരു മനുഷ്യനെ പർലെ ദർജെ കാ ബേവ്കൂഫ്, പർലെ ദർജെ എന്ന് പറഞ്ഞാൽ പർലെ ദർജെ ബിയോണ്ട് ഗ്രേഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ജോ പൂരി തരസെ ഹോയ പൂര, അതായത് മുഴുവനായിട്ടുള്ള ഒരു വിഡ്ഢി. പർലെ ദർജേക്ക ബേവ്കൂഫ് എന്ന് പറഞ്ഞാൽ പർലെ ദർജ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഒരു ബേവ്കൂഫ് കഹാ ജാത്ത ഹെ. ഒരാളെ നമ്മൾ മുഴുവനായിട്ടുള്ള വിഡ്ഢി എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കഴുത എന്ന് വിളിക്കും. തോസെ ഗതാക്കത്തെ, നമ്മൾ അദ്ദേഹത്തെ കഴുത എന്ന് വിളിക്കാറുണ്ട്. ഗദ സച്മുച്ച് ബേവ്കൂഫ് കെ, കഴുത ശരിക്കും ഒരു വിഡ്ഢി ആണെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. യാവസ്കെ സീതേപ്പൻ, അല്ലെങ്കിൽ അതിൻ്റെ സീതേപ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നേരായുള്ള അതിൻ്റെ ഒരു സ്വഭാവം. ഉസ്കി നിരാപദ് സഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസ്മേ കിസി പ്രകാർക്കി വിപത്തി കസംഭാവന ഹോ, ഭയമില്ലാത്ത. നിരാപദ് എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത. സഹിഷ്ണുത സഹിക്കാൻ കഴിവുള്ളത് അല്ലേ. അതിൻ്റെ ഭയമില്ലാത്ത സഹിക്കാൻ കഴിവുള്ളത് കൊണ്ട് അതിന് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നു. ഇസ്കാ നിശ്ചയ് നഹി കിയാ ജാ സക്ത. ഗായ സീങ്ക് മാർത്തി ഹെ, ഗായ പശുക്കൾ കൊമ്പുകൾ കോർക്കുന്നു. ബ്യായി ഹുയി ഗായ് തോ അനായാസ് ഹി സിംഹിണി കാ രൂപ് ധാരൺ കർ ലേത്തി ഹെ. ബ്യായി ഹുയി ഗായ് എന്ന് പറഞ്ഞാൽ ഒരു ഇടറിയ അല്ലേ. മൃഗങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അവർ ഇടഞ്ഞു എന്ന് പറയും, ആന ഇടഞ്ഞു എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഗായ് പശുക്കൾ ഇടയുമ്പോൾ അവർ പരസ്പരം കൊമ്പ് കോർക്കുന്നു അല്ലേ. അവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു സിംഹത്തെ പോലെ ആകുന്നു. ചിലപ്പോൾ അടുത്ത് നിന്നവരൊക്കെ കുത്തി മലർത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കുത്ത ബി ബഹുത്ത് ഗരീബ് ജാനുർ ഹെ. നായയും അല്ലെങ്കിൽ പട്ടിയും ഒരു വളരെ പാവപ്പെട്ട ഒരു മൃഗമാണ്. ലേക്കിൻ കബി കബി ഉസേ ബി ക്രോധ് ആത്തി ഹെ. പക്ഷേ അതിനും ദേഷ്യം വന്നു കഴിഞ്ഞാൽ കടിക്കും അല്ലേ. കിന്തു ഗതേക്കോ കബി ക്രോധ് കർത്തേ നഹീ സുന. പക്ഷേ ഈ ഒരു മൃഗത്തെ മാത്രം, ഏത് മൃഗത്തെ? ഗത, കഴുതയെ മാത്രം ഒരിക്കലും ദേഷ്യം വന്നതായിട്ട് മനുഷ്യന് കാണാൻ സാധിക്കില്ല. जितना चाहो गरीब को मारो, चाहे जैसी खराब सड़ी हुई घास सामने डाल दो, उसके चेहरे पर कभी असंतोष की छाया भी न दिखाई देगी. അതിനെ എത്ര അടിച്ചാലും അല്ലെങ്കിൽ എത്ര മോശമായിട്ട് പെരുമാറിയാലും, അതിനെ ഒരു അളിഞ്ഞ ഒരു പുല്ല് അതിനെ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്താലും അതിൻ്റെ മുഖത്ത് ഒരിക്കലും ഒരു സന്തോഷക്കുറവ് കാണത്തില്ല. അതിൻ്റെ മുഖത്ത് ഒരു ഭാവമില്ല. എപ്പോഴും ഒറ്റ ഒരു മുഖവികാരമേ ആ കഴുത എന്ന മൃഗത്തിന് ഉള്ളൂ. സുഖ് ദുഃഖ് ഹാനി ലാഭ്
കിസി ബി ദശ മേ ഉസെ ബദൽത്തെ നഹീ ദേഖ. അതിന് സുഖമായാലും ദുഃഖമായാലും ഹാനി നഷ്ടമായാലും ലാഭമായാലും എന്ത് അവസ്ഥ വന്നാലും അതിൻ്റെ മുഖത്തിന് ഒരു മാറ്റമില്ല, അതിൻ്റെ സ്വഭാവം മാറത്തില്ല, ഒന്നും മാറത്തില്ല, അതെങ്ങനെ തന്നെ നിൽക്കും. ഋഷിയും മുനിയും കെ ജിത്തനെ ഗുൺ ഹേ വേ സബി ഉസ്മി പരാകാഷ്ഠ കോ പहुंच ഗയേ ഹേ. ഋഷിയും മുനിയും അല്ലേ, നമ്മുടെ ഋഷികളും മഹർഷികളും ഒക്കെ അവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, വേ സബി ഉസ്മെ പരാകാഷ്ഠ കോ പहुंच ഗയേ, അതെല്ലാം അവരുടെ ഉച്ചകോടി, അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു അങ്ങേയറ്റം എത്തിയിരിക്കുന്ന വ്യക്തികളാണ് മഹർഷികളും മുനികളും. അതുപോലെ തന്നെയാണ് കഴുതകളും എന്നാണ് പറയുന്നത്. പർ ആത്മീ ഉസെ ബേവക്കൂഫ് കഹത്ത ഹെ, പക്ഷേ മനുഷ്യന് അതിനെ ബേവക്കൂഫ് വിഡ്ഢി എന്ന് പറയുന്നു. സദ്ഗുണവും ക ഇത്തന അനാദർ കഹി നഹീ ദേഖ, നല്ല ഗുണത്തിൻ്റെ ഇത്രയേറെ അപമാനം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. കാര്യം എന്ത് കാണിച്ചാലും നമ്മളോട് ഒരു പരിഭവവും ഇല്ലാത്ത ഈ മൃഗത്തിനെ മനുഷ്യനാണ് അങ്ങോട്ട് കയറിയിട്ട് പല വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ചെയ്യുന്നത്. കഥാചിത് സീതാപ്പൻ സംസാർ കെ ലിയെ ഉപയുക്ത നഹീ ഹെ, പക്ഷേ നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ ഈ ഒരു നേരെ ഉള്ളൊരു ജീവിത ശൈലി അല്ലെങ്കിൽ സ്വഭാവം ഒട്ടും ഉചിതമല്ല, ഒട്ടും ചേർത്തില്ല. देखिए ना ഭാരത്വാസിയോ की അഫ്രിക്ക में क्या दुर्दशा हो रही है. അപ്പോൾ ഇതിൽ എഴുത്തുകാരൻ പറയുകയാണ്, നോക്കൂ നമ്മുടെ ഭാരതീയർ പണ്ട് ആഫ്രിക്കയിൽ വളരെയേറെ വർണ്ണവിവേചനങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അത് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരും നമ്മുടെ ഇന്ത്യക്കാരും അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഗാന്ധിജിക്കൊക്കെ ഉണ്ടായത് അനുഭവം. നിങ്ങൾക്ക് ആ ഗാന്ധി എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അന്ന് നമ്മുടെ ഭാരതീയർ ആഫ്രിക്കയിൽ വളരെയേറെ മോശമായ അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത്. ക്യോ അമേരിക്ക നെ ഉസെ ഗുസ്നെ നഹീ ദിയ ജാത്ത, എന്തുകൊണ്ടാണ് അമേരിക്ക നമ്മളെ ഒന്നും അങ്ങോട്ട് കയറ്റാതിരുന്നത്? പണ്ടത്തെ കാര്യമാണ് കേട്ടോ. ബേച്ചാരെ ശരാബ് നഹീ പീത്തെ, 4 പൈസെ കുസ്മൈ കെ ലിയെ ബച്ചാ കർ രഖ്തെ. നമ്മൾ ഇന്ത്യക്കാരെന്താണ്, നമ്മൾ മദ്യപിക്കില്ല അല്ലേ, പൈസ എല്ലാം നമ്മൾ കൂട്ടി വെക്കും. ജി തോടുക്കർ കാം കർത്തേ, ചത്ത് പണിയെടുക്കും, നമ്മൾ അധ്വാനിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. കിസിസെ ലഡായി ജഗട നഹീ കർത്തേ, ആരോടും ഒരു പിണക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാറില്ല. 4 ബാത്തേ സുൻകർ ഗം കാ ജാത്തേ, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും സങ്കടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അലിയുന്നൊരു മനസ്സാണ് നമുക്കുള്ളത് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഫിർബി ബദ്നാം ഹെ, പക്ഷേ എങ്കിലും നമ്മൾ അവരുടെയൊക്കെ മുമ്പിൽ, ആരുടെ മുമ്പിൽ, ആഫ്രിക്കയിലും അമേരിക്കക്കാരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ബദ്നാം, നമുക്ക് ചീത്തപ്പേരാണ് ഉള്ളത്. കഹാ ജാത്ത ഹെ വേ ജീവൻ കെ ആദർശ് കൊ നീച്ച കർത്തേ ഹെ. അത് പറയപ്പെടുന്നത് എന്താണ്, നമ്മൾ ജീവിതത്തിൻ്റെ ആദർശങ്ങളെ താഴ്ത്തി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അഗർ വേ ബി ഈंट का जवाब पत्थर से देना सीख जाते तो शायद സഭ്യ കഹലാനെ ലഗ്തേ. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ സ്വഭാവം മറിച്ചായിരുന്നെങ്കിലോ, ഒരാൾ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും അവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രതികാര മനസ്ഥിതിയാണ് നമുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളിങ്ങനെയൊന്നും അവർ പറയില്ലായിരുന്നു അല്ലേ. നമ്മൾ വളരെ കൾച്ചറുള്ള വ്യക്തിയാണെന്ന് അവർ പറഞ്ഞു. जापान की मिसाल सामने है. एक ही विजय ने उसे संसार की सभ्य जातियों में गण्य बना दिया. ഇതിൽ അവർ ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു മിസാൽ സാമനെ, ഒരു എക്സാമ്പിൾ അവർ പറയുകയാണ്. ഏക് ഹി വിജയനെ, അത് ഒരേ ഒരു വിജയം അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും സഭ്യമായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ അവർ വന്നുപെട്ടു എന്നാണ് പറയുന്നത്. ജപ്പാൻ, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നില്ല, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അടുത്ത പാര, ലേക്കിൻ ഗദേക്കായക്ക് ഛോട്ടാ ബായി ഓർ ബി ഹെ. കഴുതയെ പോലെ തന്നെ കഴുതയുടെ അതേ സ്വഭാവമുള്ള അതിൻ്റെ ഒരു കൊച്ചനുജൻ കൂടി ഉണ്ടെന്നാണ് ഇതിൽ എഴുത്തുകാരൻ പറയുന്നത്. അതെന്താണ്, ജോ ഉസസെ കം ഹി ഗദ ഹെ. അതിനെ കാട്ടിലും കുറഞ്ഞ ഒരു കഴുതയാണെന്നാണ് പറയുന്നത്. ഓർ വ ഹെ ബേൽ, അത് കാളയാണ് അല്ലേ. കഴുതയെപ്പോലെ തന്നെ അതേ സ്വഭാവവിശേഷമുള്ള അതിൻ്റെ ഒരു കൊച്ചനുജനായിട്ട് കാണാവുന്ന ഒരു മൃഗമാണ് കാള. ജിസ് अर्थ में हम गधे का प्रयोग करते हैं, कुछ उसी से मिलते जुलते अर्थ में बछिया के ताऊ का भी प्रयोग करते हैं. നമ്മൾ കഴുത എന്ന പ്രയോഗം എങ്ങനെയോ ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ അതിനോടുകൂടി സാദൃശ്യമുള്ളതാണ്
ബച്ചിയ കെ താവ്. ബച്ചിയ കെ താവ് എന്ന് പറഞ്ഞാൽ മൂറക്ക് വ്യക്തി എന്നാണ് അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂറക്ക് വ്യക്തി, വിഡ്ഢിയായ വ്യക്തി. ബച്ചിയ കെ താവ്, നീ എന്നെ ബച്ചിയ കെ താവായിട്ട് കരുതണ്ട, അതായത് നീ എന്നെ വിഡ്ഢിയായിട്ട് കരുതണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. കവി പ്രയോഗകർത്തേ, അപ്പോൾ കഴുതയെ ഉപയോഗിക്കുന്ന അതേ ഒരു പ്രയോഗത്തോടുകൂടി അതിനോടുകൂടി സാദൃശ്യമുള്ളൊരു പ്രയോഗമാണ് ബച്ചിയ കെ താവ്. കുച്ച് ലോഗ് ബൈൽ കോ ഷായത് ബേവക്കൂഫോ മേ സർവശ്രേഷ്ഠ കഹേങ്കി. ചിലവർ കാളയെ ചിലപ്പോൾ ബേവക്കൂഫും വിഡ്ഢികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലാണ് അല്ലെങ്കിൽ കഴുതയെക്കാട്ടിലും മുകളിലാണ് എന്ന് പറയാറുണ്ട്. മഗർ ഹമാര വിചാർ ഏസാ നഹീ ഹൈ, പക്ഷേ നമ്മുടെ ചിന്തകൾ അങ്ങനെയല്ല. ബേൽ കഭി കഭി മാർത്ത ബി ഹെ, കഭി കഭി അടിയൽ ബേൽ ബി ദേഖ്നെ മേ ആത്ത. ബേൽ, പക്ഷേ കാള അങ്ങനെയല്ല. കാള ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് തകർത്ത് കളയും, മുന്നിൽ നിൽക്കുന്നവരെ കുത്തി മലർത്തിക്കളയും. കഭി കഭി അടിയൽ, അടിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്റ്റിനേറ്റ് എന്നാണ് ഇംഗ്ലീഷ് മീനിങ്. ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബേൺ, മർക്കടമുഷ്ടിയുള്ള അല്ലെങ്കിൽ ശാഠ്യമുള്ള, അല്ലെ വാശി, ദുർവാശിയുള്ള എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മൃഗമാണ് കാള. അതാണ് കഴുതയുമായിട്ടുള്ള അതിൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം. കഭി കഭി അടിയൽ बैल भी देखने में आता है और भी कई रीतियों से अपना असंतोष प्रकट करता है. അതുമാത്രമല്ല, ഒരു ബയലാണെങ്കിൽ കാളയാണെങ്കിൽ അത് വേറെ പല രീതിയിലും അതിൻ്റെ അസന്തോഷം, അതായത് അതിൻ്റെ ദേഷ്യം അത് പ്രകടമാക്കും. അതേവ ഉസ്കാ സ്ഥാൻ ഗതേസെ നീച്ച ഹെ, അതുകൊണ്ട് ഗത തന്നെയാണ് ക്ഷമകളിൽ ഏറ്റവും അല്ലെങ്കിൽ വിഡ്ഢികളിൽ ഏറ്റവും ഉയർന്ന മൃഗവും. അതിന് താഴെയുള്ളൂ ബേൽ. കാര്യം ബേൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഗതക്ക് അതുമില്ല. ഗതക്ക് ഒറ്റൊരു വികാരം മാത്രമേ ഉള്ളൂ. ജൂരി കാച്ചി കെ ദോനോ ബൈലോം കെ നാം തേ ഹീര ഔർ മോത്തി. നമ്മളിവിടെ നിന്ന് കഥ തുടങ്ങുകയാണ് കേട്ടോ. ജൂരിക്കാച്ചി എന്നാണ് ഒരു വ്യക്തിയുടെ, ഒരു ഗ്രാമത്തിലെ ഒരു പ്രധാന വ്യക്തിയുടെ പേരാണ്. അദ്ദേഹത്തിന് 2 കാളകളുണ്ടായിരുന്നു, ഹീര ഔർ മോത്തി. ഹീര ഔർ മോത്തി എന്നാണ് അതിൻ്റെ പേരുകൾ. ദോനോം പച്ചായി ജാതി കെ തേ. പച്ചായി ജാതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇനമാണ്. ഈ കാളകൾ തന്നെ പല ഇനങ്ങളുണ്ട്. പച്ചായി ജാതിയിൽപ്പെട്ട 2 കാളകളായിരുന്നു ഹീര ഔർ മോത്തി. ദേഖ്നെ മേ സുന്ദർ, കാവ് മേ ചോക്കസ്, ഡീൽ മേ ഊഞ്ചെ. കാണാൻ നല്ല സൗന്ദര്യമുള്ള കാളകളായിരുന്നു. കാം മേ ചോക്കസ്, ജോലി ചെയ്യാനോ വളരെ ഉത്സാഹമുള്ളൊരു മൃഗമാണ്. ഡീൽ മേ ഊഞ്ചെ, അതായത് നല്ല പൊക്കമുണ്ട്, നല്ല ഹൈറ്റുള്ള കാള ഇനമാണ് ഹീര ഔർ മോത്തി. ബഹുത്ത് ദിനോം സാത്ത് രേത്തെ രേത്തെ ദോനോ മേ ഭായിച്ചാര ഹോ ഗയാ താ. ഒരുപക്ഷെ രണ്ടുപേരും 2 വഴിയിൽ നിന്ന് വന്ന കാളകളാണ്. പക്ഷേ ഒരുമിച്ച് നമ്മുടെ ജൂരിക്കാച്ചി എന്ന മുതലാളിയുടെ വീട്ടിൽ ജീവിച്ച് അവർ വളരെ സൗഹൃദമുള്ള 2 കാളകളായി മാറി. ഭായിച്ചാര എന്ന് പറഞ്ഞാൽ ബ്രദർഹുഡ് കേട്ടോ. രണ്ടുപേരും സഹോദര തുല്യരായ കാളകളായിട്ട് മാറി. ദോനോം ആംനെ സാമനെ യാ ആസ്പാസ് ബേട്ടെ ഹുവെ ഏക് ദൂസരെ സെ മൂക്ക് ഭാഷാ മേ വിചാർ വിനിമയ് കർത്തെ തേ. രണ്ടുപേരും മുഖത്തോട് മുഖം അല്ലെങ്കിൽ അടുത്തടുത്ത് ഇരുന്ന് അവരുടെ ഭാഷയിൽ അവർ വിചാരവിനിമയം, ആശയവിനിമയം എന്ന് പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംവദിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക അവരുടെ ഭാഷയിൽ. നമുക്ക് മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ ഒരു ചിഹ്നങ്ങളും ചേഷ്ടകളൊക്കെ ഉണ്ട്, അത് കാണിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഏക് ദൂസരെ കെ മൻ കി ബാത്ത് കേസെ സമജ് ജാത്താ താ ഹം നഹി കർ സക്തെ. അത് അവർ പരസ്പരം അവരുടെ ഭാഷയെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു അത് നമുക്ക് മനുഷ്യർക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ ഭാഷ മറ്റൊരു രീതിയിലാണ്. ആവശ്യ ഹി ഉന്മേ കോയി ऐसे गुप्त थी जिससे ജീവോ മേ ശ്രേഷ്ഠത ക ദാവ കർണേ വാല മനുഷ്യ വഞ്ചിത് ഹെ. അതിലൂടെ അതായത് അവർ പറയുന്നത് അവരുടെ സംസാര രീതിയിൽ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ എന്തോ ഒരു സീക്രറ്റ്, ഗുപ്ത ശക്തി എന്ന് പറഞ്ഞാൽ സീക്രറ്റ് പവറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജിസ്സെ ജീവോം മേ ശ്രേഷ്ഠത ക ദാവ കർണേ വാല മനുഷ്യ, അതായത് ജീവികളിൽ അല്ലെങ്കിൽ ജീവനുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു എന്തോ ഒരു രഹസ്യമായ ശക്തി മൃഗങ്ങളിലുണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നതിലൂടെ. ദോനോം ഏക് ദൂസരെ കോ ചാട്ട് കർ അവർ സൂങ്ക് കർ അപ്പന പ്രേം പ്രകട് കർത്തെ. രണ്ടുപേരും പരസ്പരം എങ്ങനെയാണ്, ഒന്നെങ്കിൽ മുട്ടി ഒരുമി അല്ലെങ്കിൽ നക്കി. മൃഗങ്ങൾ അങ്ങനെയാണല്ലോ, സ്നേഹം കാണിക്കുന്ന നക്കി. നമ്മളെപ്പോലെ ചിരിക്കാനൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് നക്കുക, അല്ലെങ്കിൽ സൂങ്ക് കർ അവരുടെ തല ഇങ്ങനെ മുട്ടിച്ച് അവരുടെ സ്നേഹം പ്രകടമാക്കും. കബി കബി ദോനോം സീങ്ക് ബി മിലാലിയ കർത്തേ. സീങ്ക് അതായത് കൊമ്പുകൾ കോർക്കാറുണ്ട്. അത്
ദേഷ്യം വരുമ്പോൾ മാത്രമല്ല, സ്നേഹം വരുമ്പോഴും ഇവരിങ്ങനെ വളരെ ഇങ്ങനെ രസകരമായിട്ട് കൊമ്പുകൾ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാറുണ്ട്. വിഗ്രഹ കെ നാത്തെ സെ നഹി കേവൽ വിനോദ് കെ ഭാവ സെ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അവർ വൈരാഗ്യമോ ശത്രുത കൊണ്ടല്ല കൊമ്പുകൾ കോർക്കുന്നത്, പക്ഷേ അവർ വിനോദത്തിനായി, അവരുടെ ഒരു സ്നേഹപ്രകടനത്തിനായി. ആത്മീയത കെ ഭാവ സെ, അവരവരുടെ ആത്മീയമായ ഒരു ഭാവത്തിന് വേണ്ടി. ജैसे दोस्तों में घनिष्ठता होती है दौड़ दप्प होने लगता है എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൂട്ടുകാർ തമ്മിൽ, നമ്മുടെ സ്കൂളിലൊക്കെ കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഘനിഷ്ഠത എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമായിരിക്കും അല്ലേ, വളരെ അടുപ്പമുള്ള കൂട്ടുകാരായിരിക്കും. ഘനിഷ്ഠത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കോമ്പാക്റ്റ്, വളരെ അടുപ്പമുള്ള ഘനിഷ്ഠത. ഹോത്തെ ഹി ദൗൾ ദപ്പേ ഹോനെ ലഗ്താ ഹെ. ദൗൾ ദപ്പ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ചിലപ്പോൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ വളരെ അതെ നർമ്മഭാവത്തിലുള്ള ഒരു ജഗട ഉണ്ടല്ലോ, ഒരു വഴക്കിടൽ, ചിലപ്പോൾ പുറകിൽ നിന്ന് പറഞ്ഞ മുഖത്ത് കൈകൊണ്ട് തട്ടുക, അങ്ങനെയുള്ള ചില ഈ വൈരാഗ്യം, ദേഷ്യമില്ലാത്ത രീതിയിലുള്ള അവരുടെ സ്നേഹപ്രകടനം, അതിനെയാണ് ദൗൾ ദപ്പ ഹോനെ ലഗ്താ ഹെ. അതിന് മീനിങ് പറയുന്നത് എ ഫൈറ്റ് വിത്ത് ഫിസ്റ്റ്സ്, തമ്പിങ് ആൻഡ് സ്റ്റാപ്പിങ്, മ്യൂച്വൽ കഫിങ്, ഹോസ് പ്ലേ, അതായത് കുതിരകളി, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിക്കില്ലേ കുട്ടികൾ തമ്മിൽ, അതാണ് ദൗൾ ദപ്പ. അപ്പോൾ दोस्तों में घनिष्ठता होते ही दौड़ दप्पा होने लगता है. इसके बिना दोस्ती कुछ फुसफुसी कुछ हल्की सी रहते हैं. അതുകൂടാതെ തന്നെ ദോസ്തി ഫ്രണ്ട്ഷിപ്പ് ഫുസ്ഫുസി കുറച്ചുകൂടി എന്താ ഫുസ്ഫുസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ച് ഹൽക്കിസി. ഫുസ്ഫുസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്. കുച്ച് കുസ്കുസി ഫുസ്ഫുസി കുച്ച് ഹൽക്കിസി ലൈറ്റായിട്ടുള്ള ഹൽക്കിസി രഹത്തി ഹെ ജിസ് പർ ജ്യാദാ വിശ്വാസ് നഹി കിയാ ജാ സക്ത. അതിൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം അവർ എപ്പോഴാണ് ഈ കാളയാകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായി. ജിസ് വക്ത് യെ ദോനോ ബൈൽ ഹൽ യാ ഗാഡി മേ ജോത് ദിയെ ജാത്തെ ഹെ. അപ്പോൾ ജിസ് വക്ത് യെ ദോനോ ബൈൽ ഹല്യ ഗാഡി മേ, അപ്പോൾ തിരിച്ച് ഹീരാമോത്തിയുടെ കാര്യത്തിലേക്ക് പറയുകയാണ്. അവരെ എപ്പോഴെല്ലാം കാളവണ്ടിയിൽ കെട്ടുന്നു, അതായത് കാളവണ്ടികൾ പണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി ഉപയോഗിച്ചിരുന്ന പ്രചാരമുള്ളതാണ്. ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ പല ഗ്രാമങ്ങളിലും കാളവണ്ടികൾ. അപ്പോൾ ഇവരെ ഫ്രണ്ടിൽ ഒരു ഇങ്ങനെ ടീ പോലത്തെ ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ അവരെ രണ്ട് സൈഡിലും കെട്ടിയിടുകയാണ്. എന്നിട്ടാണ് കാളവണ്ടി മുന്നോട്ട് ചലിപ്പിക്കുന്നത്. അപ്പോൾ ജിസ് വക്ത് യെ ദോനോ ബൈൽ ഹല്യ ഗാഡി മേ ജോത് ദിയെ, ഹല്ലെന്ന് പറഞ്ഞാൽ ആ കാളയെ വണ്ടിയിലേക്ക് കെട്ടുന്ന ആ ഒരു മരക്കഷ്ണത്തെയാണ് ഹൽ എന്ന് പറയുന്നത്. ഹല്ല് അല്ലെങ്കിൽ പിന്നെ ഇത് പാടങ്ങളിൽ കൃഷിക്ക് വേണ്ടി ഈ കാളയെ കെട്ടുന്നൊരു സാധനമുണ്ട്. മുമ്പിൽ ഇങ്ങനെ കൂർത്ത് നിന്നിട്ട് അതിൻ്റെ അറ്റത്ത് കാളകൾ രണ്ടും കെട്ടും. അപ്പോൾ അതിൻ്റെ നടുക്ക് മനുഷ്യൻ നിന്നിട്ട് കാളകളെ ഓടിച്ച് കാളകളെ ശക്തി കൊണ്ട് അതിൻ്റെ ആ കൂർത്ത ഭാഗം പാടങ്ങളിലേക്ക് ഇറക്കി അതിൻ്റെ മണ്ണ് ഇളക്കുക. അതാണ് നമ്മുടെ ഹല്ലെന്ന് പറയുന്ന സാധനം. അല്ലെങ്കിൽ കാളവണ്ടിയിൽ കെട്ടുമ്പോൾ ജാത്തെ और गर्दन हिलाकर चलते. അപ്പോൾ അത് വണ്ടികളിൽ കെട്ടിക്കഴിയുമ്പോൾ അതിന് തല ആട്ടി ആണ് മുന്നോട്ട് പോകുന്നത്. ഉസ് വക്ത് ഹറേ की ये चेष्टा होती थी कि ज़्यादा से ज़्यादा बोझ मेरी ഈ ഗർദൻ पर रहे. എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേര് കാളവണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ തല ഇങ്ങനെ ആട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരം മറ്റേയാളുടെ പുറത്താണ് കൂടുതൽ വെയിറ്റ് വരുന്നത് എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഈ കാളവണ്ടിയുടെ വെയിറ്റ് ഒരാളുടെ കഴുത്തിലാണ് കൂടുതൽ വരുന്നത് എന്ന ഭാവത്തിലാണ് അവർ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത്. ദിൻഭർ കെ ബാദ് दोपहर या संध्या को दोनों कुलते तो एक दूसरे को छाट छूट कर अपनी थकान मिटा लिया करते हैं. ഈ കാളവണ്ടിയുടെ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പാടങ്ങളിൽ കാളയെ കൊണ്ട് പിന്നെ ഈ മണ്ണ് ഉഴുതതിന് ശേഷം വൈകിട്ട് അതിന് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ക്ഷീണം തീർക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയുരുമിയും നക്കിയും അതിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചാണ്. തക്കാൻ മിട്ടാലിയ കർത്തെ. നാന്ത് മേ ഖലി ഭൂസ പട് ജാനെ കെ ബാദ് ദോനും സാത്ത് ഉട്ത്തെ. നാന്തെന്ന് പറഞ്ഞാൽ വലിയ ഈ മൂരികൾക്ക് അല്ലെങ്കിൽ കാളകൾക്കൊക്കെ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ ഒരു പാത്രമാണ്. കാര്യം അവരുടെ തല വലുതാണ്. അപ്പോൾ നമ്മുടെ പോലെ ചെറിയ പാത്രങ്ങളൊന്നും മൃഗങ്ങൾക്ക് പറ്റില്ല. അവർക്ക് വലിയൊരു മരത്തിൻ്റെ പാത്രം അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒരു വലിയ പാത്രം ഉണ്ടാകും. അതിലാണ് ഈ കാടിവെള്ളവും
അതിൻ്റെ പുല്ലുകളും മറ്റും ഇട്ടുകൊടുത്ത് അതിലൂടെ തലയിട്ടാണ് മൃഗങ്ങൾ ഒന്നിലധികം ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നാന്ത് മേ കലി ഭൂസ പടുജാനെ കെ ബാദ് ദോനോം സാത്ത് ഉട്ത്തെ, അതായത് ആ വലിയ പാത്രത്തിൽ നിന്ന് കലിബൂസ ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് അതിൽ നിന്ന് മുഖമെടുക്കുന്നത്. സാത്ത് നാദമേ മൂ ഡാൽത്തെ അവർ സാത്ത് ഈ ബേട്ടെ, ഒരുമിച്ചാണ് അതിലേക്ക് തലയിട്ട് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ അതിൽ ഒരുമിച്ചാണ് തല പുറത്തേക്ക് എടുക്കുന്നതും. അവരുടെ ഒരു ഐക്യം, മൃഗങ്ങൾ അങ്ങനെയാണ് പൊതുവെ, അവർ ഐക്യമാണ്. ഒരാൾ കഴിച്ചില്ലെങ്കിൽ മറ്റേ ആൾ മാറി നിൽക്കും. ഏക്ക് മുഹ് ഹട്ടാലേത്ത തോ ദൂസരാ ബി ഹട്ടാലേത്ത, ഒരാൾ എന്തെങ്കിലും കാരണവശാൽ മുഖം ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്കെടുത്താൽ മറ്റേതും പുറത്തേക്കെടുക്കും. അത് ഹീരാമോത്തിയുടെ ഒരു സ്നേഹഭാവമാണ്, അവരുടെ ഒരു ഐക്യമാണ് കാണിക്കുന്നത്. അടുത്ത പേര സംयोग की बात ജൂരി ने एक बार ഗോയി को ससुराल भेज दिया. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂരി, ഇവരുടെ ഓണറിൻ്റെ പേര്, ഈ കാളകളുടെ മുതലാളിയുടെ പേരാണ് ജൂരി കാച്ച്. ജൂരി ഒരിക്കൽ ഈ ബയലുകളെ, ഈ കാളകളെ തൻ്റെ സസുരാൽ, ഭാര്യയുടെ വീട് അല്ലേ, ഭാര്യയുടെ വീട് ബന്ധു വീട് എന്നൊക്കെ പറയില്ലേ, ഭാര്യ വീട്ടിൽ, അമ്മായച്ചൻ്റെ വീട്ടിൽ, ഭാര്യയുടെ വീട്ടിൽ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. ബൈലോങ്കോ ക്യാ മാലും വേ ക്യോം ബേജ് ജാരേ ഹേ, പക്ഷേ കാളകൾക്ക് അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ അന്യ വീട്ടിലേക്ക് വിടുന്നതെന്ന് കാളകൾ ചിന്തിച്ചു. സംജയ് മാലിക് നെ ഹമേ ബേജ് ദിയ, അപ്പോൾ അവർ വിചാരിച്ചത് ഞങ്ങളിനി മാലിക് ഓണർ, ഞങ്ങളുടെ ഓണറിനി ഞങ്ങളെ വിറ്റെങ്ങാനും കഴിഞ്ഞോ, ഞങ്ങളെ വിറ്റിട്ട് ഞങ്ങളെ വേറെ വീട്ടിലേക്ക് അയക്കണോ. अपना यूं बेचा जाना उन्हें अच्छा लगा या बुरा कौन जाने, पर जूरी के साले गया को घर तक गोई ले जाने में दांतों पसीना आ गया എന്ന് പറഞ്ഞാൽ अपना यूं बेचा जाना उन्हें अच्छा लगा या बुरा, അത് അതിനെ വിറ്റതായിട്ട് അവർക്ക് നല്ല, അവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, അവരെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ തന്നെ ജൂരി കാച്ചി തീരുമാനിച്ചു. കോൺ ജാനെ പർ ജൂരി കെ സാലേ ഗയ, ജൂരിയുടെ അളിയൻ, സാലെ എന്ന് പറഞ്ഞാൽ ജൂരിയുടെ ഭാര്യയുടെ സഹോദരനാണ് സാലെ, അളിയൻ എന്നൊക്കെ പറയും. ഗയാക്കോ ഗർത്തക് ഗോയി ലേ ജാനെ മേ ദാന്തോ പസിനാകിയ, പക്ഷേ ഈ ഗയ എന്ന പേരുള്ള ജൂരിയുടെ അളിയൻ, ഭാര്യയുടെ സഹോദരൻ, ഇവരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒത്തിരി പാടുപെട്ടു എന്നാണ് പറയുന്നത്.